കഴിഞ്ഞ 5 വർഷമായി ഈ തടവുകാരൻ കഴിയുന്നത്ര വേഗത്തിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കട്ടിലിനടിയിൽ തൂങ്ങിക്കിടന്ന് പരിശീലിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ തവണയും കുറച്ചു കഴിഞ്ഞ് അയാൾ താഴെ വീഴുമായിരുന്നു. ഇന്ന് അയാൾ 230 സെക്കൻഡ് കട്ടിലിനടിയിൽ തൂങ്ങി നിന്നു. എന്നിട്ടും അയാൾക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. ജയിലിനുള്ളിൽ നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന ജോലിയും അയാൾക്കുണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അയാൾ പതുക്കെ നമ്പർ പ്ലേറ്റ് പൊട്ടിക്കുകയും കേടായ നമ്പർ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കാവൽക്കാരനെ കാണിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കേട്ട കാവൽക്കാരൻ നമ്പർ പ്ലേറ്റ് ചവറ്റുകുട്ടയിൽ എറിയാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ അത് വലിച്ചെറിയുന്നതിന് പകരം മറ്റൊരു പെട്ടിയിൽ ഒളിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അയാൾ കേടായ നമ്പർ പ്ലേറ്റ് ഉപേക്ഷിക്കാൻ കെട്ടിടത്തിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഡ്രൈവറും പോലീസും സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. ഈ അവസരം മുതലെടുത്ത് അയാൾ വേഗത്തിൽ പോലീസ് ബസ്സിനടുത്തേക്ക് പോയി. തന്റെ പദ്ധതി പ്രകാരം നമ്പർ പ്ലേറ്റ് തുറന്ന് ബസ്സിനടിയിൽ ഒളിച്ചു. ബസ് ജയിലിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങുമ്പോൾ ചില കാവൽക്കാർ പരിശോധനയ്ക്കായി വന്നു. എന്നാൽ അയാളുടെ ശരീരം മുഴുവൻ പ്ലേറ്റുകൾ കൊണ്ട് മൂടിയിരുന്നതിനാൽ അവർക്ക് ബസ്സിനടിയിൽ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ ബസ് കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിച്ചു.